കഴിഞ്ഞ് നേരെ റൂമിലെത്തി ചായയും കുടിച്ചുകൊണ്ട് നേരെ കുറച്ച് പഴയ മെമ്മറീസ് വർക്ക് ചെയ്യുന്നു. പിന്നെ കുറച്ചു നേരം അവിടെ ചില്ല് വൈബ് മൂടാക്കിയാണ്ട് പിന്നെ നേരെ പൂൾക്കണ്ട് ഇറങ്ങി. പൂളിലെ ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ ഹോം സ്റ്റേന്റെ ടീമിന്റെ കൂടെ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വൈബ് ആക്കിയാണ്ട് ഞങ്ങള് നേരെ റൂമിൽ നിന്നാണ്ട് ഇറങ്ങി. മാറ്റി ഇറങ്ങി വന്നപ്പോ തേയിലത്തോട്ടത്തിന്റെ അവിടുന്ന് കുറച്ച് കിട്ടലും ഫോട്ടോസ് വീണ്ടും എടുത്തിട്ടാ. നമ്മള് ഫോട്ടോ എടുത്തിരുന്ന ഷിബു ആട്ടാ. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോ ഞാൻ നേരെ എന്ത് ചെയ്ത് ബൈക്ക് എടുത്ത് ഒരു കാറിലും കയറി ഞങ്ങള് നേരെ വിട്ടിട്ടാ. ചായക്കട കണ്ട് ചായ കുടിച്ചാണ്ട് ഞങ്ങള് നേരെ വിടാട്ടാ. മുനീശ്വരൻ കുന്ന് കേട്ടോ പോണ്. നമ്മൾ ഇവനെ കാത്ത് നിന്ന ഒരാളാട്ടോ. ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ചുകൊണ്ട് പക്ഷെ ലാസ്റ്റ് ഇപ്പോഴാട്ടോ എത്തുന്നത് നമ്മളെ കൂടെ. ഞാൻ അവനെ കണ്ടപ്പോ ഞാൻ കാറിൽ കയറിക്കാണ്ട് നേരെ പിന്നെ മുനീശ്വരൻ കുന്ന് കണ്ട് വിട്ടിട്ടാ. ഒരൊറ്റ വിടല് 100-110. ലൊക്കേഷൻ കാണുമ്പോ തന്നെ ഒരു യുദ്ധഭൂമിയിൽ എത്തിയ മാതിരിക്കുള്ള ഒരു ആംബിയൻസ് ഇട്ടാ. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഒരു കുന്നിന്റെ മേലെ കണ്ട് കയറാന്നുള്ള രീതിയിലാണ്ട് പ്ലാൻ ചെയ്ത ഒരു കിടിലൻ ട്രക്കിംഗ് ആയിരുന്നു. റബ്ബേ ഒരു 800 മീറ്റർ ട്രക്കിംഗ് കേറിയിട്ടാണ്ട് എത്താത്ത പോലെ വല്ലാത്തൊരു കയറ്റായിരുന്നു കേട്ടോ. റിസ്ക് ഉണ്ടെങ്കിലും റിസ്ക് എടുക്കാൻ റിസ്ക് പോലെയാണെന്ന് പറഞ്ഞാണ്ട് ഞങ്ങളെ നല്ല കയറ്റം കയറിക്കാണ്ട് ഇങ്ങനെ പോയി. നല്ല എന്താ രസം എന്താ പറയുക. ബ്യൂട്ടി കണ്ടില്ല, ആകാശം കണ്ടില്ല, എന്താ രസം. ആശ യോഗ പഠിക്കാൻ തോന്നുന്നു. മുണ്ടണ്ട നമുക്കാണ്ട് പോവാം. ഞാൻ 5000 വർഷമായി ഇവിടെ തീർത്തുമിരിക്കുന്നു. എന്താണ് വ്രതത്തിന്റെ ആഗമന ഉദ്ദേശം? നാട് നന്നാക്കുക. ഈ മുനീശ്വരൻ കുന്നത്ത് എന്തൊക്കെയാണ് കാണാനുള്ളത്? ഇതെല്ലാം കാണാനുള്ളത്. നമ്മള് സ്വാമി പറഞ്ഞവർക്ക് മുനീശ്വരൻ കുന്നത്ത് കാണാനുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. അങ്ങനെ കിടിലൻ ട്രക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിയത് ഒരു കിടിലൻ വ്യൂ തന്നെ കേട്ടോ. ഇതല്ലട്ടോ വ്യൂ, ഇതാണ് വ്യൂ. വാവ്. അങ്ങനെ നേരെ അവിടെ നിന്ന് തിരിച്ചിറങ്ങിക്കാണ്ട് നേരെ റൂമിൽ തന്നെ തിരിച്ചാണ്ട് വിട്ടു. റൂമിലെത്തിയപ്പോൾ അഫീഫിന്റെ വീഡിയോ 2 മില്യൺ അതിന്റെ സെലിബ്രേഷൻ നമ്മളെല്ലാവർക്കും കൊടുത്ത് നമുക്ക് തരാൻ ആരും ഇല്ല.